വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുണിമ മിസ് ആണ് കേട്ടോ. അപ്പൊ എന്റെ കുട്ടികൾക്ക് എല്ലാവർക്കും എക്സാം ആണ്, നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്നുകൂടെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പല തരത്തിലെ ചോദ്യങ്ങൾ ചോദിക്കാം അല്ലെ. അപ്പൊ നിങ്ങൾ എല്ലാവരും നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ നല്ല രീതിയിൽ നിങ്ങളുടെ ഒരു ദിവസത്തെ ആരോഗ്യശീലങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം എത്ര മിടുക്കന്മാരായിട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും നല്ല ശീലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഒന്ന് എഴുതാൻ വേണ്ടി പഠിച്ചു വെക്കാൻ പറ്റുമോ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അത്. അതായത് നിങ്ങളുടെ ഓരോരുത്തരുടെയും നല്ല ഗുഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞു വെക്കണം. അപ്പൊ ടീച്ചർ അത് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പൊ ഇതാ നിങ്ങളെ പോലെയുള്ള 2ാം ക്ലാസ്സിലെ ഒരു കുട്ടിയാണ് അപ്പു എന്ന് പറയുന്നത്. അപ്പൊ അപ്പുവിന്റെ കുറച്ച് ആരോഗ്യശീലങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ അപ്പു മിടുക്കനായിട്ടുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവൻ രാവിലെ എഴുന്നേൽക്കാറുണ്ട്. രാവിലെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാല് മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുഡ് ഹാബിറ്റ് ആണ്. എല്ലാവരും രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടി മാക്സിമം നോക്കുക. അടുത്തായിട്ട് അവൻ ചെയ്യുന്ന ഒരു കാര്യം നോക്കിക്കേ. അവൻ ഒരു നേരമല്ല 2 നേരം പല്ല് തേക്കുന്നുണ്ട്. രാവിലെ നമ്മൾ ഉറക്കമുണർന്നതിന് ശേഷം പല്ല് തേക്കാറുണ്ട് അല്ലേ. എന്നാൽ പല ആളുകളും രാത്രി പല്ല് തേക്കുന്ന സ്വഭാവം ഇല്ലാത്തവരാണ് അല്ലെ. പക്ഷെ രാത്രി പല്ല് തേക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വായിനകത്തുള്ള അല്ലെ എല്ലാ തരത്തിലുള്ള ബാക്ടീരിയകളും ഒക്കെ എന്ത് ചെയ്യുന്നത്, നശിച്ചു പോകുന്നത്. അപ്പൊ രാത്രിയും കൂടെ പല്ല് തേക്കുക എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ആരോഗ്യശീലമാണ്. നിങ്ങളത് ശ്രദ്ധിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 3ാമതായിട്ട് അവൻ ചെയ്യുന്ന കാര്യം എന്താ? അവൻ എന്നും അല്ലെ പതിവായിട്ട് കുളിക്കുന്നുണ്ട്. കുറച്ച് കൂട്ടുകാർക്കെങ്കിലും കുളിക്കാൻ മടി ഉണ്ടാവും അല്ലെ. 3ഉം 4ഉം ദിവസമൊക്കെ കഴിഞ്ഞ് കുളിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ നിങ്ങളില്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. പതിവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കുളിക്കുക. ഓക്കെ, പനിയൊന്നും ഉണ്ടെങ്കിൽ പോയി കുളിക്കേണ്ട. അല്ലാതെ അല്ലെ വൃത്തിയായിട്ട് ഇരിക്കൽ. പ്രത്യേകിച്ച് നിങ്ങൾ ഗ്രൗണ്ടിലൊക്കെ പോയിട്ട് ഓടിച്ചാടി കളിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പൊടിപടലങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടാവും. അതുകൊണ്ട് കുളിക്കുക നിങ്ങൾ എന്തായാലും. ഇനി നോക്കിക്കേ, ചൂടുവെള്ളം മാത്രം കുടിക്കുന്നു അല്ലെ. ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മള് ചൂടുവെള്ളം, അതായത് തിളപ്പിച്ചാറിയ വെള്ളം മാക്സിമം കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. തിളപ്പിച്ചാറിയ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നെങ്കിൽ ഒരുവിധപ്പെട്ട രോഗങ്ങളൊന്നും വരാൻ സാധ്യതയുണ്ടാവില്ല. പിന്നെ അവൻ ചെയ്യുന്ന കാര്യമാണ് ഭക്ഷണത്തിന് മുമ്പും ശേഷവും കയ്യും വായും കഴുകുക. അത് നല്ലൊരു ഹാബിറ്റ് ആണ് അല്ലെ. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുന്നതിന് മുന്നേയും ശേഷവും ഒക്കെ നന്നായിട്ട് കൈ സോപ്പിട്ട് കഴുകേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ, ചിലപ്പോൾ നിങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ നല്ലവണ്ണം കഴിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും. പക്ഷെ അത് കഴുകാതെ പോയി കഴിച്ചു കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾ റോ ആയിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവിക്കാതെ നിങ്ങൾ കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നന്നായിട്ട് കഴുകുക. ഓക്കെ, യെസ്. പിന്നെയും ഒരുപാട് നല്ല നല്ല ആരോഗ്യശീലങ്ങൾ നമുക്കുണ്ട് അല്ലെ. അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളൊന്ന് എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല രീതിയിൽ എല്ലാ കുഞ്ഞുങ്ങളും എക്സാം എഴുതുക. എല്ലാവർക്കും എ ഗ്രേഡ് കിട്ടട്ടെ. അപ്പൊ ബൈ, സീ യു.